അപ്പൊ ഇന്നത്തെ ചൂടും ചൂരും എവിടെയാണ്? പാലക്കാട്. ഇലക്ഷൻ ഹോട്ട്. അങ്ങനെ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി വാക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇവിടെ പാലക്കാട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ റോഡ് ഷോ എന്ന് വെച്ചാൽ ദൂരം കുറഞ്ഞ ഒരു റോഡ് ഷോ, ആ റോഡ് ഷോയിൽ പങ്കെടുത്ത ആ ജനാവലിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി തുടങ്ങി. പക്ഷെ അവിടെയും ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ട്. അതും ഈ വാർത്താ ദിനത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുസ്സലാം പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് വന്നു. പക്ഷേ വേദിയിൽ ഇടം കിട്ടിയില്ല. അബ്ദുസ്സലാം പറഞ്ഞു, എനിക്ക് പ്രശ്നങ്ങളൊന്നും പരാതികളില്ല, പരിഭവങ്ങളില്ല, ഒന്ന് വരിക, പ്രധാനമന്ത്രിയെ കാണുക, ഒരു ചിത്രം എടുക്കുക, മടങ്ങുക എന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വിശദീകരിച്ചെങ്കിലും അതങ്ങനെ അത്ര നല്ല വിശദീകരണം തോന്നുന്നില്ല. മാത്രമല്ല, സ്വാഭാവികമായും ഇലക്ഷൻ ദിവസങ്ങളാണ്, പ്രതിപക്ഷം അത് ഏറ്റെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷികൾ അത് ഏറ്റെടുക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ആ വിവാദവും കല്ലുകടിയും ഒക്കെ കൊണ്ട് അതങ്ങനെ ഒരു രാഷ്ട്രീയ ദിവസം കൂടിയായി ഇന്ന് പാലക്കാട്. അതാണ് ഇന്നത്തെ ഇലക്ഷൻ ഹോട്ടിലെ പ്രധാന റിപ്പോർട്ട്. അത് കാണാം ആദ്യം. ബിജെപിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച മോദിയുടെ 2 മാസത്തിനിടയിലെ 5ാം വരവ്. മോദി പ്രഭാവം വോട്ടായി മാറുമോ? ശോഭ കെടുത്തിയോ സന്ദർശനത്തിലെ വിവാദങ്ങൾ? ഒരു വശത്ത് പാലക്കാട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, മറുവശത്ത് പൊന്നാനി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, പിന്നിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഒപ്പമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന ആൾ മാത്രം വാഹനത്തിലില്ല. അത് മലപ്പുറം സ്ഥാനാർത്ഥിയായ കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാമാണ്. SPG ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ അബ്ദുൽ സലാമിന് റോഡ് ഷോയിൽ പങ്കെടുക്കാനായില്ല. പ്രധാനമന്ത്രിക്കൊപ്പം ചിത്രങ്ങളെടുക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് അവസരം ലഭിച്ചില്ലെന്ന് അബ്ദുൽ സലാം. ഞാൻ പോയത് മോഡിജി അടുത്ത് വരുന്നുണ്ട്, മോഡിജിയെ കാണണം, ഗ്രീറ്റ് ചെയ്യണം, പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണം, പറ്റുമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തണം, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. അത് ഭംഗിയായിട്ടാണ്. എനിക്ക് നല്ല പ്രൈം മിനിസ്റ്റർ കുട്ടിലൊക്കെ കിട്ടി. സ്ഥാനാർത്ഥി മലപ്പുറത്തേക്ക് മടങ്ങി. സംഭവം വിവാദമാക്കേണ്ടതില്ല എന്നാണ് എം അബ്ദുൽ സലാം പറയുന്നത്. കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥിയെ വിളിച്ച് കാര്യമന്വേഷിച്ചു. മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേര് പറഞ്ഞ് പരീക്ഷയുള്ള കുട്ടികൾ പോലും മണിക്കൂറുകൾക്ക് മുൻപ് സ്കൂളിലെത്താൻ നിർബന്ധിതരായെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം. ഇപ്പോൾ ഈ PMG സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി, മോഹൻ സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി, BM സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി, നൂറണി പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങോട്ടേക്ക് കടക്കാനേ കഴിയുന്നില്ലല്ലോ. 7 മണിക്ക് ശേഷം കംപ്ലീറ്റ് ക്ലോസ് ആണ്. എത്ര ബുദ്ധിമുട്ടാണ് ഇന്ന് രക്ഷിതാക്കളും കുട്ടികളും സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. മണ്ഡലത്തിൽ മോദി ഷോ പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വീണ്ടും പ്രധാനമന്ത്രിയെ പ്രചാരണത്തിനെത്തിച്ച് ഓളം നിലനിർത്താനാണ് നേതൃത്വത്തിന്റെ ശ്രമം. പാലക്കാട് തന്നെ മോദിയുടെ പൊതുപരിപാടി, തൃശൂരിൽ റോഡ് ഷോ. അങ്ങനെ A+ മണ്ഡലത്തിൽ വിജയമുറപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയാണ് BJP നേതൃത്വം. മോദി പ്രഭാവം വോട്ടായി മാറുമോ എന്ന് കണ്ടു തന്നെ അറിയണം. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ഈ സലാം വിഷയത്തിൽ കേവലം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സലാം അപമാനിതനായി, മതന്യൂനപക്ഷങ്ങളുടെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കുന്നത് സ്വാഭാവികമല്ല. കാര്യത്തിലും അതിൽ വിമർശനം നേരിടേണ്ടി വരുമെന്നതിലും സംശയമൊന്നുമില്ല. എന്ത് കാരണമാണെങ്കിലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. സംസ്ഥാന നേതൃത്വം അതിൽ നൽകുന്ന വിശദീകരണമൊക്കെ അത്ര തൃപ്തികരമാകുമോ, രാഷ്ട്രീയമായി തൃപ്തികരമാകുമോ എന്ന ചോദ്യം ഉയരുന്നു. സലാം പറയാണ് വണ്ടിക്ക് ഫുൾ കപ്പാസിറ്റി ആയിരുന്നു, അങ്ങനൊരു നിരാശ പ്രകടമാണ്. മാത്രമല്ല ഇത്രയും നേരം വെയിലത്ത് കാത്തുനിന്നായിരിക്കും അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിൽ കേൾക്കുന്നത് പ്രധാനമന്ത്രി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് കേരളത്തിലേക്ക് വരാനിരിക്കുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും അദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് BJP സംസ്ഥാന ഘടകം അങ്ങനെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്നത് പരിഗണിച്ചേക്കുമെന്ന വിവരം കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട്.